Hello, welcome to Zenso School of Life Sciences. Today we shall talk about capping of mRNA. In prokaryotes, the mRNA form must undergo post-transcriptional processes, namely capping, tailing, and splicing. The first step in RNA processing is capping. Capping is the addition of 7 methyl guanosine to the 5' end. Since RNA is transcribed in the 5'3' direction, the first portion of the molecule to be released of the DNA during transcription is 5' end. അത് നമുക്കറിയാം. ഞാൻ ആ ഡയഗ്രം കാണിച്ചെന്ന് പറയാം. ശ്രദ്ധിക്കുക. See the first, this is the mRNA. You see this 5' end. This is the 3' end. So this is the first nucleotide. You see nitrogen base phosphate, nitrogen base phosphate, like that. So first nucleotide, this one, that will retain 3 phosphates. Understand? So the first nucleotide that was added at the initiation of transcription retains, it's a triphosphate retain at the 5' end. Okay. ഇനി ഓരോ സ്റ്റെപ്പായിട്ട് വളരെ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇറ്റ്സ് വെരി സിമ്പിൾ. The terminal 5' phosphate, ഇവിടെ 3 ഫോസ്ഫേറ്റ് ഉണ്ട്. The terminal 5' phosphate is removed by phosphatase enzyme. Phosphatase enzyme function നമുക്കറിയാം, റിമൂവൽ ഓഫ് ഫോസ്ഫറസ്. ഇപ്പോൾ ഒരെണ്ണം മാറി, ഇനിയത്തെ 2 ഫോസ്ഫേറ്റേ ഉള്ളൂ. നോക്കി കണ്ടോ, 2 ഫോസ്ഫേറ്റേ ഉള്ളൂ ആദ്യത്തെ ന്യൂക്ലിയോടൈഡ്. ഇനി അടുത്ത എൻസൈംസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GMP is added, guanosine monophosphate is added to the terminal diphosphate 5' end. ഇതാ ടെർമിനലിൽ ആദ്യം 3 ഫോസ്ഫേറ്റ് ഉണ്ട്, 2 ഉള്ളൂ. ഇതിനോടൊപ്പം ഉണ്ടോ ഒരു GMP ആഡ് ചെയ്തു, ഗോണോസിൻ മോണോഫോസ്ഫേറ്റ്. അപ്പൊ ഇവിടെ അതിന് നമുക്ക് ഉള്ള ഒരു എൻസൈമാണ് ഗ്വാനിലൈൽ ട്രാൻസ്ഫറേസ്. എന്താണ് ഗ്വാനിലൈൽ ട്രാൻസ്ഫറേസ്? അപ്പൊ ട്രാൻസ്ഫറേസ് എൻസൈം 2 എണ്ണം ഇവിടെ ഉണ്ട്. ഇപ്പോ ഇതാണ് ഒന്നാമത്തെ ട്രാൻസ്ഫറേസ് എൻസൈം. അപ്പൊ ട്രാൻസ്ഫറേസ് ഗ്വാനിലൈൽ ട്രാൻസ്ഫറേസ് എൻസൈമിന്റെ ഫംഗ്ഷൻ എന്താണ്? GMP is added to the terminal diphosphate 5' end. Then അപ്പൊ അന്നേരം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നുണ്ട്. അതായത് ഇവിടെ നോക്കിയ 5' ലിങ്കേജ് ആണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ അല്ലല്ലോ നമ്മൾ സാധാരണ ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ് അല്ലേ? അപ്പൊ ഇവിടെ 5' ലിങ്കേജ് ആണ്. ഇറ്റ്സ് വെരി യൂണീക്ക്. അതിന് കാരണമുണ്ട്. എന്തുകൊണ്ടാണ് 5' ലിങ്കേജ്? അത് ഞാൻ പറയാം, ഇതിന്റെ സിഗ്നിഫിക്കൻസ് ആണ്. അപ്പൊ ഇവിടെ നെക്സ്റ്റ് അടുത്തെന്താണ്? അപ്പൊ ഇവിടെ GMP ആണ് ആദ്യത്തെ ആഡ് ചെയ്തത്. GMPയിൽ എന്തുണ്ട്? ഗ്വാനിനുണ്ട്. ആ ഗ്വാനില് ഈ GMP അവിടെ നോക്കിയ GTPയിൽ നിന്ന് 2 ഫോസ്ഫേറ്റ് പോയി, അതിൽ 1 ഫോസ്ഫേറ്റ് ഉണ്ട്. കണ്ടോ, അത് ഗോനോസിൻ മോണോഫോസ്ഫേറ്റ് ആണ് ഇരിക്കുന്നത്. അതിലെ ഗ്വാനില് 7ാമത്തെ നൈട്രജനില്, ഇതിലെ 7ാമത്തെ നൈട്രജൻ, ഈ ഗ്വാനിലെ 7ാമത്തെ നൈട്രജനില് ഒരു മീഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യും. അതിനും ഒരു എൻസൈം ഉണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞല്ലോ എൻസൈംസ് എല്ലാം, അതിനെയാണ് മീഥൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുക. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞു, ഒന്നുകൂടെ മനസ്സിലാക്കും എൻസൈംസ് എല്ലാം. ആദ്യം the first nucleotide that was added at the initiation of transcription, അന്നേരം ആഡ് ചെയ്ത് അതിൽ റീറ്റെയിൻസ് ഇസ് ട്രൈഫോസ്ഫേറ്റ്. അതിൽ ഒരു ഫോസ്ഫേറ്റിനെ റിമൂവ് ചെയ്തു, ഫോസ്ഫേറ്റേസ് എൻസൈം. അപ്പൊ ഇത് 2 ഫോസ്ഫേറ്റ്. ഇതിനോടൊപ്പം GTPയിൽ നിന്നും അല്ലെ 2 ഫോസ്ഫേറ്റ് പോയി ഗോണോസിൻ ട്രൈഫോസ്ഫേറ്റ് ആഡ് ചെയ്തു. അപ്പൊ അതിനെ സഹായിച്ച എൻസൈം ഏതാ പറഞ്ഞോളൂ? ഗ്വാനിലൈൽ ട്രാൻസ്ഫറേസ്. ഇനി എന്താണ് ആ ഗ്വാനിലൈൽ? പിന്നെ GTPയിലെ ഗ്വാനിലെ 7ാമത്തെ പൊസിഷനിലെ നൈട്രജനില് ഒരു മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തു. അപ്പൊ അതിനെയാണെന്ന് പറയാ ശരിക്കും ഗ്വാനിൻ മെത്തിലേറ്റഡ് ബൈ മീഥൈൽ ട്രാൻസ്ഫറേസ്. ഇനി പ്രധാനപ്പെട്ട അടുത്ത സ്റ്റെപ്പ് ഞാൻ പറയാം, ശ്രദ്ധിക്കുക. ഈ ക്യാപ്പിന് പറയുന്നത് CAP 0 എന്നാണ് പറയുന്നത്. CAP 0 സാധാരണ നമ്മൾ കാപ്പിംഗ്
താഴ്ന്ന ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട്. നമ്മൾ യൂക്കാരിയോട്ടിക് mRNA പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിൽ കാപ്പിംഗ്, ടെയിലിംഗ്, സ്പ്ലൈസിങ്. കാപ്പിംഗ് എന്ന് പറയാൻ 7-methyl guanine ശരിയാ, അത് തന്നെയാണ് സാധാരണ നടക്കുന്നത്. പക്ഷെ റെയർ ആയിട്ട് അപ്പൊ ഈ ക്യാപ്പിന് പറയാം ക്യാപ് 0 എന്നാ പറയുക. ഇതാണ് ക്യാപ് 0. അപ്പൊ ക്യാപ് 0 എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്? മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ടു 7th പൊസിഷൻ ഇൻ guanine. ഇനി അടുത്ത ന്യൂക്ലിയോടൈഡ് എവിടെയാണ്? ഇതാണ് ഇവിടെ. ഈ mRNA സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ന്യൂക്ലിയോടൈഡ് ഇതല്ലേ, സെക്കൻഡ് ഇതല്ലേ, കറക്റ്റ് അല്ലേ? ആണോ? ഇവിടെയാണല്ലോ mRNA ഇരിക്കുന്നത്. ഫസ്റ്റ് ന്യൂക്ലിയോടൈഡ് ഇതല്ലേ, സെക്കൻഡ് ഇതല്ലേ. അപ്പൊ ഇവിടെ ഫസ്റ്റ് ന്യൂക്ലിയോടൈഡ്, കാര്യം ഇത് വന്ന് ചേരുകയാണ് ചെയ്തത്, അതിലുള്ള ക്യാപ്പിന് ക്യാപ് 0 എന്ന് പറയും. ഇവിടെ ഈ ന്യൂക്ലിയോടൈഡിലെ നൈട്രജൻ ബേസിലല്ല, ഫസ്റ്റ് ന്യൂക്ലിയോടൈഡിലെ നൈട്രജൻ ബേസിലല്ല, അതിലെ റൈബോസില് ഒരു മീഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യും. അതിനെ ക്യാപ് 1 എന്ന് പറയും. അപ്പൊ ക്യാപ് 1 കണ്ടോ? ഇൻ ബി ഫസ്റ്റ് ന്യൂക്ലിയോടൈഡിൽ കാണുന്നത് ക്യാപ് 1. ഇനി റെയർ ആയിട്ട് സെക്കൻഡ് ന്യൂക്ലിയോടൈഡിലെ ഷുഗറിലെ, നൈട്രജനിലല്ല, ഷുഗറിലെ എന്താ മറ്റൊരു മീഥൈൽ ഗ്രൂപ്പാണ്, അത് ക്യാപ് 2. അപ്പൊ നമ്മൾ ക്യാപ് 1 കാണുന്ന മീഥൈൽ പെനൾട്ടിമേറ്റ് ടൈപ്പ് എന്ന് പറയാം അല്ലെ, പെനൾട്ടിമേറ്റ് ഷുഗർ ന്യൂക്ലിയോടൈഡിൽ കാണുന്നത് അല്ലെ. എന്നാ ക്യാപ് ഏതാണ്? ക്യാപ് എന്ത് പറയും? ക്യാപ് 1. അപ്പൊ ക്യാപ് 1 എന്ന് പറയുന്നത് എവിടെയാണ് കാണുന്നത്? പെനൾട്ടിമേറ്റ് ആയിട്ട് കാണുന്ന ന്യൂക്ലിയോടൈഡ്. എന്നാൽ ഗ്വാനിൽ കാണുന്ന അതിനെ ക്യാപ് 0 എന്ന് പറയും. ക്ലിയർ അല്ലേ? ഇത്രയും മനസ്സിലാക്കി. ഇനി നമുക്ക് ഇതിന്റെ സിഗ്നിഫിക്കൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാപ്പിംഗ് കൊണ്ടുള്ള ഗുണം എന്താണ് ചോദിക്കാം. അപ്പോൾ പൈഡാഷ് ക്യാപ് ഫങ്ഷൻ, പിന്നെ മെറുദാനിന്റെ 4 ഫങ്ഷൻ ഉണ്ട്. അതിൽ ആദ്യത്തെ 3 വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് റെഗുലേഷൻ ആൻഡ് ന്യൂക്ലിയർ റെസ്പോൺസ്. നമുക്കറിയാം ഇവിടെ ക്യാപ്പിംഗ് എല്ലാം വേണ്ടി വരുന്നത് യൂക്കാരിയോട്സിലാണ്. അപ്പൊ അത് ന്യൂക്ലിയസിനകത്താണ് നടക്കുക, ന്യൂക്ലിയസിൽ നിന്ന് പുറത്തേക്ക് വരണം. അതിന് ഈ ക്യാപ്പിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ക്യാപ് ബൈൻഡിങ് കോംപ്ലക്സ് ആണ്. ന്യൂക്ലിയർ എക്സ്പോർട്ട് ഓഫ് RNA is regulated by the cap binding complex. എന്നാൽ മാത്രമേ ന്യൂക്ലിയർ പോർ വഴി വെളിയിലോട്ട് വരാൻ പറ്റുള്ളൂ. CBC binds exclusively to capped RNA. എന്നാൽ capped RNA അത് it is then recognized by the nuclear pore complex and the mRNA get exported from the nucleus to the cytoplasm. Then prevention of degradation by exonuclease. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൈഡാഷ് ലിങ്കേജ് ഉള്ളത് കൊണ്ട് പൈഡാഷ് ലിങ്കേജിന് സഹായിക്കുന്ന എൻസൈം എല്ലാം ഓർക്കുക. അപ്പൊ അങ്ങനെ പ്രിവെൻഷൻ ഓഫ് ഡീഗ്രഡേഷൻ ബൈ എക്സോനുക്ലിയസ്. മറ്റൊന്ന് ഇനിഷ്യേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ. ഇപ്പൊ ഈ ട്രാൻസ്ലേഷൻ കേസില് ക്യാപ് ഡിപ്പെൻഡന്റ്, ക്യാപ് ഇൻഡിപെൻഡന്റ് ഉണ്ട്. ക്യാപ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ ഇത് സഹായിക്കും. മറ്റൊന്ന് പ്രൊമോഷൻ ഓഫ് പൈഡാഷ് പ്രോക്സിമൽ ഇൻട്രോൺ എക്സിഷൻ. ഇത് ചിലപ്പോ വളരെ റയറായിട്ട് നെറ്റിന് ചോദിച്ചു, ചിലപ്പോൾ ചോദിക്കാന്നുള്ളതേ ഉള്ളൂ. The Paidash cap appears to loop around the interact with the spliceosome in the splicing process, promoting intron excision. Okay, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ യൂക്കാരിയോട്സിൽ ട്രാൻസ്ക്രിപ്ഷൻ പഠിച്ചപ്പോൾ പ്രൊമോട്ടർ ക്ലിയറൻസ് എന്ന് പറയുന്ന ഭാഗം എടുത്തു. എത്ര പേർ ഓർക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ അന്നേരം പറഞ്ഞതാണ്. ഓക്കെ, പ്രൊമോട്ടർ ക്ലിയറൻസ്. ഞാൻ ഇപ്പോൾ അത് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത്, ക്യാപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊമോട്ടർ ക്ലിയറൻസിൽ RNA polymerase 2 ഫംഗ്ഷൻ. അതായത് ഇവിടെ RNA polymerase 2 has a tail carboxy terminal domain which is very significant, very significant എന്ന് ഞാൻ പറഞ്ഞു. കാർബോക്സി ടെർമിനൽ ഡൊമൈൻ ഓഫ് RNA polymerase 2. RNA polymerase 2 ആണല്ലോ mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നത്. RNA polymerase എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. എൻസൈംസ് ആർ പ്രോട്ടീൻസ്. അതിന് കാർബോക്സി ടെർമിനൽ ഡൊമൈൻ ഓഫ് RNA polymerase 2 has a heptad as follows. 7 അമിനോ ആസിഡ് ഉള്ള ഒരു റീജിയൻ ഈ RNA polymerase എൻസൈമിന്റെ ടെയിലുണ്ട്. അതാണ്
ടൈറോസിൻ, സെറിൻ, പ്രോലിൻ, ത്രിയോണിൻ, സെറിൻ, പ്രോലിൻ, സെറിൻ. അത് പഠിച്ചവർക്ക് ഇത് എളുപ്പമാണ്. അതിന്റെ പ്രത്യേകത നോക്കിയേ, രണ്ടാമത്തെ പൊസിഷനില്, അഞ്ചാമത്തെ പൊസിഷനില്, ഏഴാമത്തെ പൊസിഷനിലെല്ലാം സെറീൻ ഉണ്ട് അല്ലെ. ഇതിൽ അഞ്ചാമത്തെ പൊസിഷനിലുള്ള സെറീൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ പ്രാധാന്യം ഇതാണ്. എന്താണെന്ന് അറിയാം. Among this, the serine residue in position 5 get phosphorylated by the kinase activity of TF2H. TF2H ന്റെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2H. അത് വെരി ഇമ്പോർട്ടൻ്റ്. ഞാനൊന്ന് പറഞ്ഞു, ഞാനതിൽ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ആരാണ് ഈ സെറീനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നത്? ശരിക്കും TF2H. കൈനേസ് ആക്ടിവിറ്റി ഓഫ് TF2H. അത്രയൊന്ന് മനസ്സിലാക്കുക. ഇനി ഇതിന്റെ കൂടെ കാപ്പിങ്ങുമായിട്ട് എന്താണ് ബന്ധപ്പെട്ടതെന്ന് ഞാൻ പറയാം. അപ്പൊ ഈ ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്, ഒന്നും കൂടെ ഞാൻ പറയാം, RNA പോളിമറേസ് 2 ആണ് mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ mRNA പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ തന്നെ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ പ്രോസസ് നടക്കാനുള്ള തയ്യാറെടുപ്പ് നടക്കും. അപ്പൊ RNA പോളിമറേസ് എൻസൈമിന്റെ ടെയിലായിട്ട് ഒരു ഹെപ്റ്റാഡ് ഉണ്ട്. ആ ഹെപ്റ്റാഡിൽ അഞ്ചാമത്തെ പൊസിഷനിലിരിക്കുന്ന അമിനോ ആസിഡ് സെറിന് വെരി സിഗ്നിഫിക്കൻ്റ് ആണ്. ബിക്കോസ് TF2H അതിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഫോസ്ഫോറിലേഷൻ ഓഫ് CTD ഓഫ് RNA polymerase 2 acts as a trigger to separate RNA polymerase 2 from promoter complex. അതാണ് പ്രൊമോട്ടർ ക്ലിയറൻസ്. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് ഇപ്പൊ വരാം. അപ്പൊ പ്രൊമോട്ടറിൽ അവിടെ RNA polymerase ഇരുന്നാ പോരല്ലോ, അവിടെ നിന്ന് മാറണ്ടേ? കണ്ടോ, അതെങ്ങനെയാണെന്ന് അറിയാമോ? ഈ TF2H ഈ ഹെപ്റ്റാഡിലെ അഞ്ചാമത്തെ പൊസിഷനിലെ സെറിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. ഓക്കെ. ഇനി now the enzyme moves downstream and steps the process of elongation. അങ്ങനെ പ്രൊലോങ്ങേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ പോയിന്റിലേക്ക് വരാം. ഇവിടെ എന്ത് ചെയ്യാമോ? phosphorylation of CTD of the polymerase 2 also controls the processing of RNA. പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാപ്പിംഗ്. അതായത് ദാറ്റ് ഈസ് ഫോസ്ഫോറിലേഷൻ ഓഫ് CTD of RNA polymerase 2 helps in binding with the capping enzyme. കാപ്പിങ്ങിനെ സഹായിക്കുന്ന എൻസൈം ഞാൻ ഇവിടെ പറഞ്ഞു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എൻസൈംസിനെ ആയിട്ട് ഹെൽപ്സ് ഇൻ ബൈൻഡിങ് വിത്ത് കാപ്പിംഗ് എൻസൈം. അപ്പോ ഫോസ്ഫോറിലേഷൻ സംഭവിക്കുന്ന നടന്നത് പ്രധാനപ്പെട്ട കാര്യം കണ്ടോ? ഫോസ്ഫോറിലേഷൻ CTD of polymerase 2 also controls the processing of RNA. എന്താണ്? That is phosphorylation of CTD of RNA. Polymerase 2 helps in binding with the capping enzyme. Okay. പിന്നെ മറ്റൊരു കാര്യം അവിടെ പറഞ്ഞ കാര്യമാണ്, ഞാൻ എന്നാലും എഴുതി ഇവിടെ സൂചിപ്പിക്കുന്നു. RNA polymerase 1 and 3 produce uncapped RNAs during transcription. അതാണ് മെയിൻലി ബിക്കോസ് ദീസ് പോളിമറേസ് ലാക്സ് എന്താണ് ഇതെല്ലാം അവിടെ പറഞ്ഞ കാര്യങ്ങളാണ്. ദെൻ ഇനി ഒരു കാര്യം കൂടെ അതിൽ പറയാം. RNA polymerase 1 and 3 produce uncapped mainly because the polymerase lack CTD. ഓക്കെ. ഇനി ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കാം. The enzyme used for capping mRNA is a dash. It's a very simple straight question. Yes, okay. Transferase അല്ലേ? ട്രാൻസ്ഫറേസ് ഉണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. During capping, the methylated penultimate base is known as the cap1, cap2, capG, cap0. പറഞ്ഞേ. Yes, okay, cap1. Okay. Then one more question. Read it in the നെറ്റിൽ 2017 CPAR ചോദിച്ചതാണ്. തെറ്റിക്കാതെ eukaryotic mRNA have Mariner's enzymatic appended cap structure consisting of a 7-methyl guanosine residue joined to the initial 5' nucleotide of the transcript. Given below are a few statements regarding capping. ഇത് ഓർത്തിരിക്കുക. ലാസ്റ്റിൽ ചോദിച്ചിട്ടുള്ളത് which of the above statements are incorrect എന്നാണ്.
Capping protects the mRNA from degradation by 5' exoribonucleases. Correct. During capping, the alpha phosphate is released from the 5' in the nascent mRNA. During capping, alpha phosphate is released from the 5' end of nascent mRNA. ഇവിടെ ബാക്കിയുള്ള phosphorylation mediated conformational change in carboxy terminal domain of RNA polymerase enables its binding with the capping enzyme. അല്ലേ? നമ്മളിപ്പോൾ അത് പഠിച്ചതൊന്നല്ലേ ഇൻസ്ട്രയാൻ പറ്റിയ. During capping, a 5' triphosphate bond is formed between the beta phosphate of nascent mRNA and alpha phosphate of GTP. Correct അല്ലേ? ആൻസർ ഏതാണ്? ഫുള്ളി B. Okay. Thank you.